101% സത്യം എന്ന് കേട്ടിട്ടില്ലേ? അതായത് 100%അല്ല, 101% സത്യം. അങ്ങനെ 101% സത്യം പറഞ്ഞ ശ്രീ പാലോട് രവിയെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. പാലോട് രവിയും ജലീൽ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനും തമ്മിലുള്ള സംഭാഷണം കേട്ടോന്നറിയില്ല. ഓരോ മലയാളികളും കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അത്ര സത്യസന്ധതയോടെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുകയാണ്. ശ്രീ ജലീൽ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ അടികൊണ്ട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് എതിർപ്പുള്ള ഒരാളെ ഞാൻ അടുത്ത തവണ അവനെ എടുത്തൊടുക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പൊ അദ്ദേഹം വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് കേൾക്കാം, എന്നിട്ട് സത്യസന്ധമായി കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് വിലയിരുത്താം. അതായത് CPM ഒരു കേഡർ പാർട്ടിയാണ്, BJPയും ഒരു സെമി കേഡർ പാർട്ടിയാണ്, RSS ആണ് അതിന്റെ കേഡർ. കോൺഗ്രസ് അങ്ങനെ ഒരു കേഡർ പ്രസ്ഥാനമല്ല. ജനങ്ങൾ വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷരായി ചിതറി നിൽക്കുന്ന, ഓർഗനൈസ്ഡ് അല്ലാത്ത ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കുറെ നേതാക്കളുടെ പാർട്ടിയാണ്. CPMനെ പോലെ ഒരു കൃത്യമായ പ്രത്യയശാസ്ത്രവും സംഘടനാ ശരീരവുമില്ല. BJP RSSനെ പോലെ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രവും സംഘടനാ ശരീരവുമില്ല. മോഹൻലാൽ എമ്പുരാനിൽ പറയുന്നത് പോലെ പലപ്പോഴും നേതാക്കളെ കണ്ടും മറ്റുമൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ, മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ രസകരമായ കോൺവെർസേഷനാണ്, കേൾക്കേണ്ടതാണ് കേട്ടോ. ജവഹറിന്റെ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ജവഹർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല, ഭാരവാഹിത്വം വെക്കുന്നില്ല. ശരി, പറയാൻ അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും. പണി കൊടുക്കും. ഒന്ന് മണ്ഡലം തച്ചുകൊടുത്താലേ നമ്മൾ 3-ാം സ്ഥാനത്ത് പോകുള്ളൂ. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട്. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. അതെ, ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും നായർ വോട്ടുകളും ഹിന്ദു സവർണ വോട്ടുകളും എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോഴാണ് നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജില്ലയിലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നോക്കണം. നല്ല കോൺഗ്രസ്സുകാരുടെ മനസ്സാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് 4 വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല. വെള്ളുമലടി, പന്തപ്പിലാവിക്കോണം, പാലാങ്കോണം, പുല്ലമ്പാറ മണ്ഡലത്തില് 4 വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങിടും. ഒരു നേതാക്കൾ ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളിക്കേ, നാളെ നമ്മളെ പരിപാടിയാണ്, മറ്റന്നാ 3-ാം തീയതി UDFന്റെ പരിപാടി, നിങ്ങൾ വരണം എന്നൊരു ഭംഗി വാക്ക് പറയില്ല. അതാണ് നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റ് ആരെങ്കിലും മനസ്സിലായില്ലേ? അതായത് നീയും മണ്ഡലം പ്രസിഡന്റും തമ്മിൽ കീരിയും പാമ്പുമാണെന്ന് അവിടുത്തെ പ്രവർത്തകർ ഇവരടിയാണ്. എങ്ങനെ അവിടെ പാർട്ടി രക്ഷപ്പെടും? ഒറ്റ ചോദ്യം ചോദിക്കുക. ഞാൻ കീരിയും പാമ്പല്ല, ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയുന്നത് ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റാണ്, അയാൾ രാമകനില്ലാതെ പ്രവർത്തിക്കുന്നു, അയാൾ ഇതാ ജലീൽ നന്മയുള്ള മനുഷ്യനാണ് ഇങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ല പറയുന്നത് അങ്ങനെ അല്ലെന്നൊരിടത്ത് എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ്. ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പരം എങ്ങനെ കാലുവാരാമോ, എങ്ങനെ ബഹുജനങ്ങൾ. പക്ഷെ നമ്മുടെ മുഖം പുല്ലമ്പാറയിൽ വികൃതമാണ്. ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വെച്ചു. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് 1 വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും. കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ്. ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്നമാക്കുകയാണ്. പ്രസിഡന്റ്, എനിക്ക് ജൂഫർ എന്നൊരു വ്യക്തിയോട് എതിരുള്ള മണ്ഡലം പ്രസിഡന്റോട് എനിക്കെതിരില്ല. ഇവൻ എന്തിനാ 4 സ്ഥാനം? ബഷീർ സാറിനെ 81 മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 77 SLCക്ക് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് സാറിന് അറിയാം. 77 സാറ്
50 സ്ഥാനമുള്ള ആളാണെന്ന് പല DCC പ്രസിഡന്റുമാരും KPC പ്രസിഡന്റും. അത് എന്തിനാണ് സുധാകരന് MP സ്ഥാനം? എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ 40 സ്ഥാനമില്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നാണ്? ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ? രമണിക്ക് എത്ര സ്ഥാനങ്ങളാ? അതെ. ആ നീ അങ്ങനെ പറ. ഇത് ഏതെടുത്ത് ഒരാളിന്റെ പേര് പറ. ആനക്കുഴി ഷാനവാസ് എത്ര സ്ഥാനങ്ങളാ? സത്യം. നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ട് നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കുക. സത്യം. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു വേദനയുണ്ട്. ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ്. അയാൾക്ക് കൂടെ നന്നാവണം. വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത്. നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് ഇല്ല പ്രസിഡന്റ്, നിങ്ങൾക്ക് എന്നെ ബന്ധമില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇടിക്കും. അവന്റെ അവസരം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും. ഇടിച്ചു താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുഴിച്ചു കൊടുക്കും. ഞാൻ വരും. ഈ തേമ്പാമൂട് വാർഡിലുള്ള ഒരുത്തനാണ് ജോഫർ. ആ അത് കുടുംബസംഗമം നടത്തിയപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാനൊരു എങ്ങനെ നീ ഈ പാർട്ടി നന്നാക്കി? എന്റെ തിരിച്ചുള്ള ചോദ്യം അതാണ്. ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ്? യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ശരി, പ്രസിഡന്റ് പറയുന്നതൊക്കെ ഞാൻ യോജിക്കാം. പ്രസിഡന്റ് പറയണേ ഞാൻ പ്രവർത്തിക്കാം. നീ ഒരു 10-50 വർഷം അല്ലെങ്കിൽ 10-30 വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ്. 36 കൊല്ലം. അതുപോലെ തന്നെയാണ്. അടിച്ചു തീർത്ത് ഹോസ്പിറ്റലിൽ കുഴി എടുത്ത് ഇതിനെ കുഴിച്ചു പോകണം. ഇല്ല, ഞാൻ പ്രസിഡന്റ് പറയണേ ഞാൻ വർക്ക് ചെയ്തിട്ട് തരാം. ഞാൻ ആളെ എന്റെ വാർഡ് ഞാൻ നോക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? നിന്റെ മണ്ഡലം പ്രസിഡന്റ് നീയും തമ്മിൽ ഈ കീരിയും പാമ്പുമായി നിൽക്കുന്നിടത്തോളം കാലം പാമ്പൊന്നുമില്ല, എനിക്ക് സ്നേഹം തന്നെ അവന്റെ അടുത്ത്. വളരെ വികൃതമാണ്. ഞാൻ പുല്ലപ്പാറയുടെ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം. നെല്ലനാടും വികൃതമായി. പുല്ലപ്പാറയും നിങ്ങൾക്ക് കിട്ടത്തില്ല. നെല്ലനാട് ഇത്തവണ ഞാൻ രമണിയോടൊന്ന് ഞാൻ അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല. അത് സത്യമാണ്. വിളിച്ചാൽ വരുന്നതല്ല, അവരുടെ വാർഡിനകത്ത് BJPക്ക് വലിയ സ്വാധീനമായി ഉണ്ട്. മുക്കുന്നൂർ വാർഡ്. നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല, പുല്ലപ്പാറ നമുക്ക് കിട്ടത്തില്ല. വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല. പനവൂര് നമുക്ക് കിട്ടത്തില്ല. ആ നാട് വളരെ അകലെയാണ്. പന്നിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും. അവരെ കൂടെ ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ അസംബ്ലി തിരിച്ചു വരും? ശരി, നാളെ മണ്ഡല കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗുണദോഷിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറയാം. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. വളരെ ഇത്രയും സത്യസന്ധമായി, അതായത് 100% തന്നെ വിളിച്ച പ്രവർത്തകനെ സുഖിപ്പിക്കാനും മറ്റുമല്ല, അദ്ദേഹത്തെ അടക്കം വിമർശിച്ചുകൊണ്ട് പരസ്പരം പോരടിച്ച് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം എങ്ങനെ ഇല്ലാതാകുന്നുവെന്ന് നല്ലൊരു കോൺഗ്രസ്സുകാരന്റെ ആത്മവേദനയോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഇപ്പം DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കുകയല്ല, അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് പലപ്പോഴും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ CPM-നാണെങ്കിൽ അവർക്ക് ശക്തമായൊരു സെന്ററുണ്ട്, ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രവും കേഡർ സംവിധാനങ്ങളുമാണ്. BJPക്ക് ശക്തമായൊരു കേന്ദ്രമുണ്ട്, അത് സംഘപരിവാറാണ്, അല്ലെങ്കിൽ BJP നേതൃത്വവും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം മോദിജിയും അപ്പുറത്ത് RSS സർസംഘചാലകവും ഒക്കെയാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു സെന്റർ ഇല്ല. വിശാല അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമെങ്കിലും വ്യത്യസ്തമായി കിടക്കുന്നതാണ്. അപ്പോൾ കോൺഗ്രസിലെ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ ചലഞ്ച് ഇതാണ്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അതായത് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള മുസ്ലിം വോട്ടുകളും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വോട്ടുകളും എല്ലാം മറ്റു പാർട്ടികളിലേക്ക് പോകും. കുറേ അത് CPM-ലേക്ക് പോകും. മറ്റ് നായർ ഹിന്ദു ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ പലപ്പോഴും BJP-യിലേക്ക് പോകും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ കേരള കോൺഗ്രസിലേക്കും മറ്റും പോകും. അങ്ങനെ കോൺഗ്രസിന്റെ പ്രസ്ഥാനം ഇല്ലാതാകും. CPM-ഉം BJP ആഗ്രഹിക്കുന്ന ഇതാണ്. കാര്യം അങ്ങനെ ഒരു സെൻട്രിസ്റ്റായ പാർട്ടി വേണ്ട. പകരം ഒന്നെങ്കിൽ ഇടതല്ലെങ്കിൽ വലതാണെങ്കിൽ ഇടതും വലതും തമ്മിൽ സ്ഥിരം ഒരു ഫൈറ്റോ ക്ലാഷോ ഉണ്ടാകും. ഇതാണ് പലപ്പോഴും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന മൂവ്മെന്റ്, ഈ മധ്യധാര മൂവ്മെന്റ് അല്ലെങ്കിൽ മിഡിൽ പാത്തിലെ മൂവ്മെന്റ് ഇല്ലാതാകുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ കോൺഗ്രസ് നിൽക്കേണ്ടത് ആവശ്യമാണ്. അതിപ്പം CPM-ഓ BJP-യോ കോൺഗ്രസോ എന്ന ഇതിലല്ല. കോൺഗ്രസ് പോലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സ്, ഒരു ഡെമോക്രാറ്റിക് സ്പേസ് നിലനിൽക്കേണ്ട ആവശ്യമാണ്. അതിൽ തന്നെ വ്യത്യസ്ത ചിന്താധാരകൾ ഉണ്ടാകാം. ലെഫ്റ്റ് ലിബറലായ നമ്മുടെ സതീശൻ ജി ഉണ്ടാകാം, കുറച്ച് റൈറ്റ് കൺസർവേറ്റീവ് കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന നമ്മുടെ ശശി തരൂർ ഉണ്ടാകാം, റൈറ്റ് ഓഫ് സെൻറ്ററും നായർ കൺസേൺസും വിശാല ഹിന്ദു താല്പര്യങ്ങളും എടുക്കുന്ന രമേശ് ചെന്നിത്തലാജി പോലെ ആൾക്കാരുണ്ടാകാം. കേന്ദ്ര നേതൃത്വത്തിലടക്കം ശക്തിയുള്ള ശ്രീ KC വേണുഗോപാൽ, ഇന്ത്യ മുഴുവനുള്ള കോൺഗ്രസിന് തീരുമാനമെടുക്കുന്ന അതിൽ പ്രധാനിയായ KC വേണുഗോപാൽ സാർ ഉണ്ടാകാം. അല്ലെങ്കിൽ ശ്രീ K മുരളീധരൻ, നമ്മുടെ ലീഡറിന്റെ കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ശക്തനായിരുന്ന ശ്രീ K കരുണാകരന്റെ മകൻ, ലീഡറിന്റെ മകൻ ശ്രീ K മുരളീധരൻ ജി ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് പേരുണ്ടാകാം, ഒരുപാട് പവർ സെന്റേഴ്സ് ഉണ്ടാകാം. പക്ഷേ അങ്ങനെ വ്യത്യസ്ത പവർ സെന്റേഴ്സിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഏതൊരു രാജ്യത്തിനും ആവശ്യമാണ്.
കോൺഗ്രസ് നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. കാര്യം അത് പാർട്ടി ഭേദമല്ല. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ CPM ഉം BJP എല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് നിലനിൽക്കണോ, ആ സ്പേസിലേക്ക് ഇപ്പം നടന്നെടുക്കാനാണ് BJP നോക്കുന്നത്, അല്ലെങ്കിൽ ആ സ്പേസിനെ റീപ്ലേസ് ചെയ്യാനാണ്, ആ സ്പേസിനെ ഇല്ലാതാക്കാനും ആ സ്പേസിനെ ഡിവൈഡ് ചെയ്യാനുമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കുന്ന രാഷ്ട്രീയ സ്പേസിനെ ഡിവൈഡ് ചെയ്യാനാണ് CPM അടക്കമുള്ളവർ നോക്കുന്നത്. കാര്യം അപ്പം ലെഫ്റ്റിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടും. പക്ഷേ കോൺഗ്രസ് എന്നൊരു ഡെമോക്രാറ്റിക് സ്പേസ് നിൽക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ആ സ്പേസ് നിൽക്കേണ്ട ആവശ്യമാണെന്നുള്ള രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് ശ്രീ പാലോട് രവി പറഞ്ഞതിന് അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കട്ടെ. എന്തായാലും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഉൾക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.